ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കണിയാപുരം ജംഗ്ഷൻ സമീപത്തായിട്ടാണ്. ദേ കാണുന്ന ജംഗ്ഷനാണ്. ജംഗ്ഷൻ കഴിഞ്ഞ് കഴക്കൂട്ടത്ത് നിന്ന് വരുമ്പം കണിയാപുരം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് ചിറയൻകീഴേക്ക് അല്ലെങ്കിൽ പെരുമാറൊക്കെ പോകുന്ന റോഡുണ്ട്. നമുക്കിവിടെ നിന്ന് ഈ ഇടത്തോട്ടുള്ള റോഡ് കുറച്ചൊന്ന് പോയി പിന്നെ വലത്തോട്ടാണ് ചിറയൻകീഴ് പോകേണ്ടത്. നമുക്ക് വീണ്ടും നേരെ പോകണം. അതായത് റെയിൽവേ ക്രോസ് എല്ലാം കഴിഞ്ഞ് പോയി പെരുമാതുറ പോകുന്ന റൂട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു 90 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള പ്ലോട്ടാണ്. അത്രയും ആ പ്രോപ്പർട്ടിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അത്രയും നല്ല ഭംഗിയുള്ളൊരു പ്ലോട്ടാണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് പ്ലോട്ട് വരേക്കും ഏകദേശം 1.5 കിലോമീറ്ററാണ് വരുന്നത്. അതായത് കണിയാപുരം ജംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ 1.5 കിലോമീറ്ററിന് അകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് വരുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. കണിയാപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറി, അതുപോലെ മേനംകുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. ഈ റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. ടോട്ടലായിട്ട് 90 സെൻറ്റ് സ്ഥലമാണ്. ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാൾ ചെയ്ത നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കും ഇനി ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഈ റോഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ലെവലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടപ്പുള്ളത്. ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ്. നമുക്കതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം. ഇത് ശരിക്കും ഇതിൻ്റെ ഓണർ ഇവരിത് കരഭൂമിയായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇതിനകത്തൊരു ഫ്ലാറ്റും കുറേ വില്ലാസും കൂടെ വരുന്ന ഒരു പ്രോജക്റ്റ് അവർ ചെയ്ത് വിഭാവനം ചെയ്ത് അതിൻ്റെ ഡിസൈൻ എല്ലാം ആയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോവിഡ് സമയത്താണ് ഈ ഒരു പരിപാടി അവർ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു കാരണം കൊണ്ട് അന്ന് ആ ഒരു പ്രോജക്റ്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തതാണ്. അതിനുശേഷം ഈ പ്ലോട്ട് ഇങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ടോട്ടലായിട്ട് അന്ന് ഏകദേശം 1.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അതിൻ്റെ പിൻവശത്തേക്കുള്ള പ്ലോട്ടുകൾ വേറെ കൊടുത്തു. ബാക്കിയുള്ള 90 സെൻറ്റ് സ്ഥലം നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് വരുന്നത്, അതായത് വൈഡായിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ്. നമുക്ക് മുൻവശത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് അവിടം തൊട്ട് ഇങ്ങനെ വൈഡായിട്ടുള്ള വലിയൊരു റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത്. ഇപ്പോൾ ഇതെടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ അന്ന് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരുന്നത് 6 നിലയുള്ള ഫ്ലാറ്റാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിലത്തെ റോഡ് ഏകദേശം 5-5.5 മീറ്റർ വീതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് 6 നിലയുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് ഈ സൈഡിൽ ഈ ഒരു വശത്തും, അതുപോലെ ഇപ്പുറത്തേക്ക് നമുക്കിത് ഈ ഒരു സൈഡിലായിട്ട് വില്ലാസമാണ് വിഭാവനം ചെയ്തിരുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ വലിയ വീടുകൾ കാണാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഭംഗി എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് കണിയാപുരം ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത്. അതുപോലെ ഇവിടെ നിന്ന് നമ്മുടെ ബീച്ച് റോഡിൽ പെരുമാതുറ ബീച്ച് റോഡിലേക്ക് കയറാൻ ഏകദേശം 1.6 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നിന്ന് മേനംകുളം പോകാനായിട്ട്, മേനംകുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് റെയിൽവേ മേൽപ്പാലം കയറി ഇറങ്ങി വന്ന് നിൽക്കുന്ന മേനംകുളം ജംഗ്ഷൻ, ആ ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്ന് 3 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു കോളേജ് ഉണ്ട് കേട്ടോ, MGM ആർട്സ് കോളേജ് ഉണ്ട്. അത് ഇവിടെ നിന്ന് 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്ത് വരുന്ന കോളേജ് എന്ന് പറയുന്നത് മരീൻ എഞ്ചിനീയറിംഗ് കോളേജാണ്. പിന്നെ ടെക്നോ പാർക്കിലേക്കും ടെക്നോ സിറ്റിയിലേക്കും, ടെക്നോ സിറ്റി എന്ന് പറയുന്നത് കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4 ആണ്. ആ ഫേസ് 4ലേക്കും നമുക്ക് സെയിം ഡിസ്റ്റൻസാണ് വരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് ടെക്നോ പാർക്ക് ഫേസ് 4ലേക്കും ടെക്നോ പാർക്ക് ഫേസ് 1ലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. കഴക്കൂട്ടത്തേക്കുള്ള ഡിസ്റ്റൻസും അപ്പോൾ അതിനെക്കാട്ടും ചെറിയൊരു ഡിസ്റ്റൻസിൽ നമുക്ക് കഴക്കൂട്ടം എത്താൻ സാധിക്കും. കണിയാപുരം പോയി അതുവഴി കഴക്കൂട്ടം പോവാം. ഇനി അതല്ല നമുക്ക് റെയിൽവേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണിയാപുരത്ത് നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ ഇടയ്ക്കൊരു റെയിൽവേ ക്രോസ് ഉണ്ട്. ആ ക്രോസ് കയറാണ്ട് തന്നെ നമുക്ക് കഴക്കൂട്ടം എത്താനായിട്ട് മേനംകുളം ചെന്നിട്ട് അതുവഴി കഴക്കൂട്ടം കയറാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആ രീതിയിലൊക്കെ ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ്. ഇതെടുത്ത് വില്ല പ്രോജക്ട്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഒരു രീതിയിലുള്ള ലാൻഡ് ഡെവലപ്മെൻറ്റും വർക്കുകളും ഇതിനകത്ത് ഇനി ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ എടുക്കുന്നവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഫുള്ള് ലെവലാണ്, നല്ല ഭംഗിയുള്ള നല്ല നീറ്റ് പ്രോപ്പർട്ടി. ഒരു പ്രൈം ലൊക്കേഷനിൽ ഇത്രയും റോഡ് ഫ്രണ്ടേജോട് കൂടി കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 1 സെൻറ്റിന് 7 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യം നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനോട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. 1 സെൻറ്റിന് 7 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4ൻ്റെ ഡെവലപ്മെൻറ്റ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനനുസരിച്ചിട്ട് തന്നെ ടെക്നോ പാർക്കിന് കഴക്കൂട്ടം തൊട്ട് നമുക്ക് ഏകദേശം കോരാണി വരേക്കും ഇപ്പോൾ ഈ ഒരു ടെക്നോ പാർക്കിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ അവിടങ്ങളിലൊക്കെ ആണെങ്കിൽ പല വീടുകളിലും ഹോം സ്റ്റേ അല്ല PGs ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒത്തിരിയധികം ഹോസ്റ്റൽസ് സ്റ്റാർട്ടായിട്ടുണ്ട്. കാരണം ഇത് ബേസ് ചെയ്ത് നമുക്കൊരു സ്ഥാപനം വരുമ്പോഴത്തേക്കും പുറത്തു നിന്നുള്ള ആൾക്കാർ നമ്മുടെ
നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ സ്ഥലത്തിന് ഓരോ രീതിയിലുള്ള മാറ്റം വരുന്നത്. അതായത് പുതിയ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പുതിയ ആൾക്കാർ ഒത്തിരി നമ്മുടെ പുറത്ത് നിന്ന് നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണം വേണം, താമസ സൗകര്യങ്ങൾ ഒരുക്കണം, പുതിയ വീടുകൾ വേണം. അപ്പോൾ ആ രീതിയിലാണ് ആ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ്. താല്പര്യമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനാണെന്നുണ്ടെങ്കിലും അതല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിലും വാങ്ങിയെടുക്കാൻ പറ്റിയ ലൊക്കേഷനാണ്. നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും.